പാർക്കിൽ പാർക്ക് എറണാകുളം പാർക്കിൽ. സുഭാഷ് പാർക്ക്. ഹലോ ഗൈസ്, അപ്പം ഞാനായിട്ട് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. സുഭാഷ് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾക്കിവിടെ വരുമ്പോൾ മെയിനായിട്ടുണ്ടായ ഉദ്ദേശം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവണം. അതുകൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അങ്ങനത്തേക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം. നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളെങ്കിലും ആ കുറച്ച് കാര്യങ്ങൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റി. അതും ഭയങ്കര സന്തോഷത്തോടെ സംതൃപ്തിയോടു കൂടി അത് ചെയ്തു തീർക്കാൻ പറ്റി. നിങ്ങൾക്ക് ഇതേപോലെ മൈൻഡ് ഒന്ന് ഓക്കെ ആവണം, അതല്ല നിങ്ങൾക്ക് ടൂറൊന്നും പോകാൻ അധികം ബഡ്ജറ്റില്ല, നിങ്ങൾക്കധികം ലീവില്ല, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇതേപോലത്തെ ഒരു പ്ലേസിലേക്ക് പോവുക. നിങ്ങൾക്ക് അത്രയും കംഫർട്ടായിട്ടുള്ള ഒരാളെയും കൂട്ടി പോവുക. ഒരാളോ രണ്ടാളോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള വ്യക്തികളായിട്ട് പോവുക. അത് നിങ്ങളുടെ ഫ്രണ്ടാവാം, പാർട്ട്ണറാവാം, ആരും ആകാം. ഞങ്ങളിവിടെ ആദ്യം വരുമ്പോൾ ഞങ്ങൾ 3 പേരായിട്ടാണ് വന്നേച്ചത്. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ 2 പേരേ ഉള്ളൂ. ആ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം മൂന്നാമത്തെ ആൾ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമം വെച്ചാൽ ബാക്കിയെല്ലാം കൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ വന്ന ഉദ്ദേശം എന്തായാലും നടന്നായിരുന്നു. കാരണം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അതായത് അത്രയും നമ്മൾ റിലാക്സായാണ് വന്നേച്ചത്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്ത്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എഴുതാൻ ഇഷ്ടമാണ്, ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ എൻ്റെ കൊച്ചു കാര്യങ്ങളും നടന്ന്. എൻ്റെ ഫ്രണ്ടിൻ്റെയും കാര്യം ഞങ്ങൾ ഏകദേശം ഒരേ വൈബാണ്. കാരണം അവൾക്ക് ഇതേപോലെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ജേർണലിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ 2 പേരും ആ ഒരു ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അങ്ങനത്തെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നടന്നായിരുന്നു. പിന്നെ വീഡിയോ 2 പേർക്കും നല്ല രീതിക്ക് എടുക്കാൻ പറ്റി. അവളും കുറച്ച് സമയം അവൾക്കായിട്ട് സ്പെൻഡ് ചെയ്ത്, ഞാനും കുറച്ച് സമയം എനിക്കായിട്ട് സ്പെൻഡ് ചെയ്ത്. ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത്. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. നിങ്ങൾ ഇതേപോലെ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്ക്. മൈൻഡിന് അത്രയും റിലീഫ് കിട്ടും. ചുറ്റും ഞങ്ങളെ കളിയാക്കിയിട്ടാണെങ്കിലും ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. കുറേ പേര് ഞങ്ങളെ കൗതുകത്തോടെ നോക്കുന്നവരുണ്ടായിരുന്നു. കുറേ പേര് ഞങ്ങളെപ്പോലെ വന്നിരിക്കണവരുണ്ടായിരുന്നു, ഫ്രണ്ട്സായിട്ടും പാർട്ട്നേഴ്സായിട്ടും. അങ്ങനെയൊക്കെ കുറേ പേരുണ്ടായിരുന്നു. എന്നാൽ പോലും ആ ഒത്തിരി പേരുടെ ഇടയിലും ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ചെറിയ ലോകം കണ്ടെത്തി എന്ന് വേണം പറയാൻ. ഇപ്പം ഞാൻ പുതിയതായിട്ട് വായിക്കാൻ തുടങ്ങിയ ബുക്കാണിത്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നിന്നോട് എന്നുള്ളത് അതിൻ്റെ 2ാം ഭാഗമാണ്. അത് ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങണം. ഇതിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. സത്യം പറഞ്ഞാൽ ആ ബുക്ക് വായിച്ചപ്പോൾ തന്നെ പകുതിയിലേറെയും കണക്റ്റായി. എന്നെ ചുറ്റപ്പെട്ടിരിക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ ആ ബുക്കിൽ കണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളി ബുക്കാണ്. എന്തായാലും ഞാൻ ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ എന്തായാലും ഇടാം. അതുപോലെ തന്നെ പിന്നെ ജേർണലിങ് കിറ്റ്, ഒരു വട്ടം ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോയപ്പോഴാണ് ഞാൻ ജേർണലിങ് കിറ്റ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണ്. അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനോർത്ത് എന്തായാലും ഇത്രയും പീസ്ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ജേർണലിങ് ചെയ്താൽ എന്താ കുഴപ്പം. അങ്ങനെ ഞാൻ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം അതിൻ്റെ പുറകെയായിരുന്നു. ഓരോന്നെടുത്ത് നോക്കി. കാരണം അന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാങ്ങിയിട്ട് ധൃതിപ്പെട്ട് നോക്കിയെങ്കിലും കാര്യമായിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, എനിക്ക് എങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു ജേർണലിങ്ങും ഞാൻ ചെയ്ത്. സൺസെറ്റ് ഷൂട്ട് ചെയ്യണ വരെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ മഴക്കാറ് കാരണം എനിക്ക് സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ആ ഒരു ഗ്രേ കളറിലെ മേഘം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഈ സുഭാഷ് പാർക്കിലെ ഏറ്റവും പ്രത്യേകതയാണ് ഈ ചെറിയ കസേര. നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല നല്ല മരങ്ങളുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ ഞാനിത് കാണുന്നത്.
അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങളുടെ ഒരു ബസ് പാസ് ചെയ്യണ കണ്ടപ്പോൾ ധൃതിക്ക് ഞങ്ങൾ എടുത്ത് വെച്ച് ഓടിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല, അത് മിസ്സായി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് അങ്ങോട്ട് നടന്ന് ചോളമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിലൂടെ പറയുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.